ഹായ് ഹലോ എല്ലാവർക്കും ത്രെഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷന് ആവശ്യമായിട്ടുള്ള ഒരു സ്നോ ഫ്ലേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്നോ ഫ്ലേക്കിന് ആദ്യം വേണ്ടത് ഒരു ചാർട്ട് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു യെല്ലോ കളറിലുള്ളൊരു ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പേപ്പർ ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ 23 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ നീളത്തിലുമുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ പേപ്പറിൻ്റെ രണ്ട് അറ്റവും കൂട്ടി ഒട്ടിച്ച് വെക്കുക. ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഒരു സെൻറ്റിമീറ്ററോളം നമുക്ക് ഒട്ടിക്കുന്നതിനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. രണ്ട് വശങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി ഒട്ടിക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ അളന്ന് നോക്കിയാൽ ബാക്കി ഒരു 11 സെൻറ്റിമീറ്റർ ആയിരിക്കും. മടക്കി കഴിഞ്ഞാൽ നമുക്ക് 11 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ ഒരു വീതി കിട്ടുക. ഇനി ചെയ്യേണ്ടത് രണ്ട് വശത്ത് നിന്നും ഇപ്പോൾ ഈ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ രണ്ട് വശത്ത് നിന്നും 1.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഇപ്പോൾ ഞാൻ മടക്കിയിരിക്കുന്ന ആ ഒരു അകലമുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരു 1.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത് ഈ വശത്തുനിന്ന് 1.5 സെൻറ്റിമീറ്ററും മറുവശത്തുനിന്നും 1.5 സെൻറ്റിമീറ്റർ, അങ്ങനെ രണ്ട് വശത്തു നിന്നും ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ മടക്കണമെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇതുപോലെ രണ്ട് വശത്തു നിന്നും 1.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയ ശേഷം മടക്കുക, രണ്ട് വശവും മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ പേപ്പർ നമുക്ക് കിട്ടും. പിന്നീട് അത് നിവർത്തിയ ശേഷം ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന രീതിയിൽ ആ പേപ്പർ വീണ്ടും മടക്കി റെഡിയാക്കുക കേട്ടോ. രണ്ട് വശവും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് റെഡിയാക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പം ആ ഒരു പേപ്പറിൻ്റെ വീതി എത്രയുണ്ടെന്നുള്ളതൊന്ന് മെഷർ ചെയ്യുക. നീളവും വീതിയും നിങ്ങളൊന്ന് മെഷർ ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ സാധാരണ നമ്മുടെ ഒരു നോട്ട്ബുക്ക്, അപ്പോൾ ഒരു ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള ഒരു നോട്ട്ബുക്ക്, അതിൻ്റെ ഒരു പുറം പേജ് ഒന്ന് എടുക്കുക. അതിൻ്റെ പുറത്തെ ആ ഒരു കട്ടിയുള്ളൊരു കവറുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ യെല്ലോ ചാർട്ട് പേപ്പറിൻ്റെ ഒരു നീളവും വീതിയും ഉണ്ടല്ലോ, ആ ഒരു നീളത്തിലും വീതിയിലും ഈ ഒരു പേപ്പർ വെട്ടിയെടുക്കുക. ഈ ഒരു ബുക്കിൻ്റെ ഈ പുറം പേജ് ഒന്ന് വെട്ടിയെടുക്കുക. അതിനുശേഷം ഫ്ലേക്കിന് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പടം കൂടി വരച്ച് വെക്കുക. ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഒരു ചിത്രം വരയ്ക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ ഒരു സെൻട്രൽ പോർഷനൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു ചിത്രം വരയ്ക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ ഈ പേപ്പർ ആ ഒരു ഷേപ്പിൽ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ യെല്ലോ ചാർട്ട് പേപ്പറിൽ ഈ ചിത്രം വെച്ച് വരച്ചെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു വൈറ്റ് പേപ്പറിൻ്റെ നീളവും വീതിയും ആയിരിക്കണം ആ യെല്ലോ കളറ് പേപ്പറിനും വേണ്ടത്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ലെങ്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിൽ ഒരല്പം ലെങ്ത് കൂടുതലുണ്ട്, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇത്തരത്തിൽ കട്ട് ചെയ്ത 6 7 പേപ്പറുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, ഇപ്പോൾ വരച്ചിരിക്കുന്ന ഇപ്പോൾ കാണിക്കുന്ന ആ ഓരോ ഭാഗങ്ങൾ, ആ ഒരു ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. അത് നമുക്ക് ജോയിൻ്റ് ചെയ്ത് തന്നെ ഇരിക്കണം, ജോയിൻ്റ് വിടരുത്. അത് ചെയ്യുമ്പോൾ കട്ട് ചെയ്യണ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇത്തരത്തിൽ 7ഓളം പേപ്പറുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പശ വെച്ച് ഒട്ടിച്ച് എടുക്കണം. പശ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്തുമായിട്ട് വേണം പശ ഉപയോഗിക്കാനായിട്ട്. ഇത്തരത്തിൽ ഇത് 7 ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ 7 ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് ഞാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് നോക്കിക്കേ എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റം റെഡി ആയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകളും ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ബലൂണുകൾക്കൊപ്പം ഞാൻ ഇവനെയും കൂടി അങ്ങ് എടുത്തു ഭിത്തിയിൽ ഒട്ടിച്ചു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.